ഇപ്പോൾ വിശദമായി നോക്കുമ്പോൾ അത് നേപ്പാളിലേക്കാണ്. അവിടെ യുവാക്കളുടെ പ്രക്ഷോഭത്തിന് പിന്നാലെ രാജിവെച്ച് പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി. 4 മന്ത്രിമാരുടെ രാജിക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രി രാജിവെച്ചത്. പ്രക്ഷോഭകരുടെ 2 പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് പ്രധാനമന്ത്രിയുടെ രാജിയായിരുന്നു. പ്രധാനമന്ത്രിയുടെ വീടിന് സമീപം നടന്ന വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റു. പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വസതികൾ പ്രക്ഷോഭകർ തീവെച്ചു. നേപ്പാൾ പാർലമെന്റ് മന്ദിരത്തിനും തീയിട്ടു. കാഠ്മണ്ഡുവിൽ അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേപ്പാളിലെ ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ജൻസികൾക്ക് മുന്നിൽ മുട്ടിമുടക്കി വീടുന്ന ഒരു സാഹചര്യം. ഒലി ഇപ്പോൾ കാഠ്മണ്ഡു വിട്ടു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ. എൽദോ, കലാപത്തിനൊട്ടും അയവില്ല എന്നുള്ളതായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ. ഒന്ന്, ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്കുള്ള വിലക്ക് അത് പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അത് ഇന്നലെ രാത്രിയോട് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തേത്, ഈ സർക്കാർ അതിൽ പ്രധാനമന്ത്രി രാജിവെച്ച് പുറത്തേക്ക് പോകണം, ഈ സർക്കാർ താഴെ വീഴണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു പ്രധാനമായും മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം. ഈ 2 ആവശ്യങ്ങളും അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി പ്രക്ഷോഭത്തിന് ചില രീതിയിലുള്ള അയവ് വരുമെന്ന് കരുതിയെങ്കിൽ പോലും തന്നെ ഇപ്പോഴും അവർ ഈ കലാപത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറാകാത്തൊരു സ്ഥിതിവിശേഷമാണ് നേപ്പാളിനെ സംബന്ധിച്ചുള്ളത്. നേരത്തെ കാഠ്മണ്ഡുവിൽ മാത്രമായിരുന്നു പ്രതിഷേധമെങ്കിൽ അത് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഒക്കെ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ അവരുടെ ആവശ്യം അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഷ്ട്രീയ അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കെയർടേക്കർ സർക്കാരിനെ, ഒരു ഗവൺമെന്റിനെ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇനി ആരംഭിക്കണം എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ സൈന്യമാണ് അവിടുത്തെ ഭരണം കൈയാളുന്നത്. അത്തരത്തിൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതിനിടയിലാണ് രാജിവെച്ച പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജ്യം വിട്ടതായിട്ടുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. നേരത്തെ ഇവർ എല്ലാവരും തന്നെ, ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ രാജ്യം വിട്ടു പോകാനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ ഈ പ്രക്ഷോഭകാരികൾ വിമാനത്താവളത്തിന് സമീപത്തേക്ക് തടിച്ചുകൂടുകയും അവിടെ വലിയ ആക്രമണം നടത്തുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ സൈന്യം അവിടെ പൂർണ്ണമായും അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവിടെ പൂർണ്ണമായും വളഞ്ഞുകൊണ്ട് ഇവർക്ക് മറ്റൊരു സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏകോപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ അക്രമത്തിനോ ഒന്നും തന്നെ അയവില്ല. കഴിഞ്ഞ ദിവസത്തെ ഈ വെടിവെപ്പിൽ 19 പേർ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 പേർക്ക് വെടിയേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് എങ്കിൽ പോലും തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ വിദ്യാർത്ഥികളുമായും അല്ലെങ്കിൽ ഈ പ്രക്ഷോഭകാരികളുമൊക്കെയായി സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് ഇക്കാര്യത്തിലൊരു ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കലാപം ഒന്ന് കെട്ടടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നായിരുന്നു കരുതിയെങ്കിൽ പോലും തന്നെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലാതായതോടുകൂടി തന്നെയാണ് ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി സ്ഥാനം ശർമ്മ ഒലി രാജിവെക്കുകയും ചെയ്ത് അതിന് മുന്നോടിയായി തന്നെ നിരവധി പേർ, മന്ത്രിസഭയിലെ നിരവധി ആളുകൾ രാജിവെച്ച് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി, ഒപ്പം തന്നെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ എന്നിവരുടെ സ്വകാര്യ വസതികൾ പ്രതിഷേധക്കാർ ഇതിനിടെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. വിവിധ മന്ത്രിമാരുടെ വീടുകൾ ഉൾപ്പെടെ തീവച്ച് നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഒപ്പം തന്നെ CPM മാവോയിസ്റ്റ് സെന്റർ ചെയർമാൻ പുഷ്പ കമാൽ ദഹലിന്റെ ലളിത്പൂരിലെ വീടും നേപ്പാളി കോൺഗ്രസ് പ്രസിഡന്റും മുൻ പ്രധാനമന്ത്രിയുമായ ഷേർ ബഹാദൂർ ദൗബിയുടെ വീടും ഇത്തരത്തിൽ അക്രമകാരികൾ തീവച്ച് നശിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഷേർ ബഹാദൂറിന്റെ വീട്ടുവളപ്പിലുണ്ടായിരുന്ന വാഹനങ്ങൾ മുഴുവൻ അടിച്ചു തകർക്കുകയും ചെയ്തു. അതായത് സുരക്ഷാ സേനയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യം ആ മേഖലകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ അതെല്ലാം മറികടന്നുകൊണ്ട് ഇവർ അഗ്നിക്കിരയാക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ രാജിവെച്ച ആഭ്യന്തരമന്ത്രി രമേശ് ലേഖന്റെ വീടിന് നേരെയും സമാനമായ ആക്രമണമുണ്ടായി. രമേശ് ലേഖന്റെ നായിക്കാപ്പിലെ വസതി പ്രതിഷേധക്കാർ പൂർണ്ണമായും അഗ്നിക്കിരയാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. കീർത്തിപ്പൂരിലെ മുനിസിപ്പാലിറ്റി കെട്ടിടവും ഇത്തരത്തിൽ ഇവർ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. പിന്നീട് ഈ പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജിവെച്ചതിന് പിന്നാലെയും പാർലമെന്റ് കെട്ടിടവും സമാനമായ രീതിയിൽ തീവച്ച് നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഈ പ്രക്ഷോഭം എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ നഗര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച പ്രക്ഷോഭകാരികൾ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കർഫ്യൂ നിലവിൽ തുടരുന്നുണ്ട് എങ്കിൽ പോലും തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് അത് പിൻവലിക്കുകയും ചെയ്തു എങ്കിൽ പോലും തന്നെ, പക്ഷേ പിന്നീട് ഒരു ചെറിയ രീതിയിൽ അയവുണ്ടാകുമെന്നായിരുന്നു കരുതിയെങ്കിലും അതൊന്നും തന്നെ അവർ അടങ്ങിയില്ല. ഈ പ്രധാനമന്ത്രിയുടെ രാജി ഇപ്പോൾ നിലവിൽ ഭരണം കൈയാളുന്ന എല്ലാവരും രാജിവെച്ച് പുറത്തേക്ക് പോകണം എന്നുള്ള ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയായിരുന്നു. അതോടുകൂടി ഇവർക്ക് മുന്നിൽ
സർക്കാരിന് മുട്ടുപടക്കുകയും ഒപ്പം തന്നെ ഒരു വർഷത്തിനിപ്പം ഇപ്പുറം ഈ സഖ്യ സമയത്തിന് മുമ്പായിരുന്നു ഇത്തരത്തിൽ പാർലമെന്റ് കെട്ടിടം പൂർണ്ണമായും ഈ പ്രക്ഷോഭകാരികൾ വളയുകയും ഒപ്പം തന്നെ അവിടെ അഗ്നിക്കിരയാക്കുകയും ചെയ്ത് ആ സമയത്ത് സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സൈന്യം ഈ പ്രക്ഷോഭകാരികൾക്ക് നേരെ വാതകം പ്രയോഗിക്കുന്നു. പിന്നീട് വെടിയുതിർത്തു എന്നടക്കമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ 2 പേർക്ക് വെടി ഏറ്റതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം നേരത്തെ ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടായിരുന്നു. അതായത് അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് മധ്യത്തിലൂടെ, അതായത് ഒരു തെരുവിലൂടെ അദ്ദേഹത്തെ ഓടിച്ച് കൊണ്ടുപോയി ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. അത്തരത്തിൽ ജനപ്രതിനിധികൾക്ക് നേരെയും ഒപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ഒക്കെ നേരെയും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുകയും ചെയ്തു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഒലി സർക്കാർ, കൂട്ടുകക്ഷി സർക്കാർ അത് അധികാരത്തിലെത്തിയിട്ട് ഏതാണ്ട് ഒരു വർഷം തികയുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഇപ്പോൾ പുറത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ്. അനിശ്ചിതത്വമാണ് നേപ്പാളിൽ. ഇനി എന്ത് എന്നുള്ളത്, എന്താണ് ഇനി മുന്നോട്ടുള്ള സാഹചര്യം എന്നുള്ളതാണ്. നമ്മുടെ അയൽക്കാരാണ്, നമുക്കും അതിൽ ആശങ്കയുണ്ടാവും. ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നേപ്പാളിന് മുന്നിൽ, നേപ്പാൾ ഭരണകൂടത്തിന് മുന്നിൽ ഉണ്ടാവുക? നിലവിലെ സാഹചര്യത്തിൽ ഒരു കെയർടേക്കർ ഗവൺമെന്റിനെ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ, അതിനുവേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട നഗരമേഖലകളിലൊക്കെ ഇപ്പോഴും ഈ ജൻസി വിഭാഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഈ ആളുകളൊക്കെ, പ്രക്ഷോഭകാരികളൊക്കെ തമ്പടിച്ചൊരു സാഹചര്യത്തിൽ അതിൽ എത്രത്തോളം സാധ്യത ഉണ്ട് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ അവിടുത്തെ സൈന്യത്തിന്റെ മേധാവി നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി രാജിവെക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തത്. കാരണം സ്വാഭാവികമായും രാജിവെക്കാതെ ഇരുന്നാൽ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകും. ഇപ്പോഴുണ്ടാക്കുന്ന ആക്രമണത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ രാജ്യം വിടണം, അതിനു മുമ്പ് പ്രധാനമന്ത്രി പദം ഒഴിയണം. അതുവരെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കലാപം ഒന്ന് കെട്ടടങ്ങുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ അത് തങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നുള്ളൊരു നിർദ്ദേശം സൈന്യത്തിന്റെ മേധാവി നൽകിയതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജിവെക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. പക്ഷേ അതിനു മുമ്പേ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളുമായി ഒക്കെ കേന്ദ്രീകരിച്ച് ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. രാജിവെക്കേണ്ട സ്ഥിതിവിശേഷമില്ല, ഇവരുമായി സംസാരിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന അനിശ്ചിതത്വം നീക്കാമെന്നായിരുന്നു കരുതിയെങ്കിൽ അത് പിന്നീട് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ്. പിന്നീട് രാജിവെക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് നേപ്പാൾ പൂർണ്ണമായുമുള്ളത്. ഇവരുടെ സാന്നിധ്യത്തിൽ ഈ പ്രക്ഷോഭകാരികളെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തും ഒപ്പം തന്നെ കരുതൽ തടങ്കലും ഒക്കെ ആക്കിയെങ്കിൽ പോലും തന്നെ പൂർണ്ണമായും ഒരു നിയന്ത്രണ വിധേയമാക്കിയെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ മറ്റൊരു കെയർടേക്കർ ഗവൺമെന്റിനെ രൂപീകരിച്ചുകൊണ്ട് ഭരണം കൈമാറാനുള്ള സ്ഥിതിവിശേഷം ഉടലെടുക്കുകയും ചെയ്യൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെ ഇന്ത്യക്കാർ നിരവധി പേരുള്ളതാണ്, നമ്മുടെ അയൽരാജ്യം കൂടിയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏകദേശം മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നു. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഘടകം അത് തന്നെ. സംഘർഷം തുടരുന്ന നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിരവധിയുള്ള മലയാളികൾ. കോഴിക്കോട് മുക്കം, കൊടിയത്തൂർ, കൊടുവള്ളി, അരീക്കോട് സ്വദേശികളായ 40ഓളം പേരാണ് കാഠ്മണ്ഡുവിനടുത്തുള്ള ഗോസാലയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് സംഘം വിമാനമാർഗം നേപ്പാളിലേക്ക് പോയത്. ആളുകളൊക്കെ അവിടെ റോഡിന്റെ സൈഡിൽ വണ്ടിയൊക്കെ സൈഡാക്കി കഴിഞ്ഞ് റോഡിന്റെ സൈഡിലൊക്കെ മാറി നിൽക്കുകയാണ്. പ്രശ്നങ്ങൾ വളരെ സങ്കീർണം തന്നെയാണ്. ഇത് ജനങ്ങൾ റോട്ടിലിറങ്ങിയോണ്ട് പെട്ടെന്നൊന്നും ഈ പ്രശ്നം തീരും തോന്നുന്നില്ല നമുക്ക്. കാരണം എന്തെങ്കിലും തീരുമാനമാകാതെ ഇവര് ഗവൺമെന്റിന്റെ രാജിയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വിട്ടുവീഴ്ചയൊന്നും തീരും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ കൂടെയുള്ളൂ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അവിടെ കാഠ്മണ്ഡുവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തി അയച്ചത് മലയാളികളാണ്. മലയാളികളായിട്ടുള്ള 40ഓളം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗുലാം നബി ആസാദ് ചേരുന്നു ഇവരുമായി. ആസാദ്, ഇവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇവരെ എങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്? എന്താണ് അവർ അവിടെ നൽകുന്ന വിവരങ്ങൾ? ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തോ കോഴിക്കോട് ജില്ലയിൽ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്നുൾപ്പെടെയുള്ള 40ഓളം പേരാണ് കഴിഞ്ഞ ദിവസം നേപ്പാളിലെ കാഠ്മണ്ഡുവിനടുത്തുള്ള ഗോശാലയിൽ എത്തിയത്. അവരിപ്പോൾ നേരത്തെ അവർ ഗതാഗത തടസ്സം നേരിടുകയും അവർ റോഡിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ ട്രാവൽ ഏജൻസി തൊട്ടടുത്തുള്ള 2 ഹോട്ടലുകളിലേക്ക് ഇവരെ ഇപ്പോൾ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ സുരക്ഷിതരാണ് എന്നാണ് നമ്മൾ
നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്നാലും പുറത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുക എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ തുടരുകയാണ്. 40ഓളം പേരാണ് ഈ സംഘത്തിലുള്ളത്. അതിൽ ഒരു 9 വയസ്സുള്ളൊരു കുട്ടിയും ബാക്കിയുള്ളവർ എല്ലാം തന്നെ കൂടുതൽ ആളുകളും മുതിർന്ന ആളുകളാണ്. ഇപ്പോൾ നിലവിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുന്ന വിവരം. ഇപ്പോൾ അവർ അവിടെ സുരക്ഷിതരാണെങ്കിലും അവര് ആശങ്കയിലാണ്. അവിടെ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നുള്ള ആശങ്കയിലാണ്. എന്നാൽ 2-3 ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്യാമെന്ന് ട്രാവൽ ഏജൻസി ഈ യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എയർപോർട്ട് ഉൾപ്പെടെ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നേപ്പാളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ യാത്ര ഏത് രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്യാൻ പറ്റാത്ത സംഘർഷ സാധ്യത കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഏത് രീതിയിൽ അവർക്ക് ഇന്ത്യൻ ബോർഡറിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അത്രമാത്രം ഗൗരവതരത്തിലുള്ളൊരു സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കുന്നു. മലയാളികൾ സുരക്ഷിതരാണ്. അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീക്കം നടക്കുന്നുണ്ട്. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ അകപ്പെട്ട 40-ലധികം മലയാളികളുമായി നിരന്തര സമ്പർക്കത്തിലാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട ആ കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു.